പിന്നെ ലെപ്രസി, കുഷ്ഠരോഗം ഉള്ള ആളുകളെ സിറ്റിക്ക് ടൗണിൻ്റെ വെളിയിൽ കൊണ്ടുപോയി അവരെ കത്തിച്ച് കളയായിരുന്നു. അങ്ങനെ ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു ആ സമയത്ത്. അപ്പോൾ വില്യം കേരി 1812 ഇങ്ങനെ ഒരു സംഭവം കണ്ട്, ഐ വിറ്റ്നസ് ദ ബേണിംഗ് ഓഫ് എ ലെപ്രസി മാൻ. അത് പുള്ളിക്ക് സഹിക്കാൻ പറ്റിയില്ല. ഹി ഇമ്മീഡിയറ്റ്ലി സ്റ്റാർട്ടഡ് എ ലെപ്രസോറിയം. ലെപ്രസി കുഷ്ഠരോഗികളെ നോക്കാനായിട്ട് ചെറിയൊരു ഹോം തുടങ്ങി. പിന്നെ അങ്ങനെ പലരും തുടങ്ങി. അങ്ങനെ 1947 231 ലെപ്രസോറിയംസ് ഉണ്ടായിരുന്നു ഇന്ത്യയിൽ. എല്ലാം നടത്തിക്കൊണ്ടിരുന്നത് ക്രിസ്ത്യൻ ഡോക്ടർ മിഷണറീസ് ആയിരുന്നു. വേറെ ആരും ലെപ്രസിയുടെ അടുത്ത് പോകത്തില്ല. ബിക്കോസ് ലെപ്രസി വാസ് ഒത്തിരി സ്റ്റിഗ്മ ഉള്ളൊരു ഡിസീസായിരുന്നു. പിന്നെ റിസർച്ച്, ഇപ്പം ഈ ഡോക്ടർ വെല്ലസ്ലി ബെയ്ലി എന്ന് പറഞ്ഞ ഡോക്ടർ, ഹി വെൻ ബാക്ക് ടീച്ചറായിട്ട് വന്ന ഇന്ത്യയിലോട്ട്. പക്ഷേ തിരിച്ച് ഇംഗ്ലണ്ടിൽ പോയി ലെപ്രസി മെഷൻ ടു ദ ലെപ്പേഴ്സ് എന്ന് ഓർഗനൈസ് തുടങ്ങി. പുള്ളി പോയി പലരുടെ ഡോക്ടേഴ്സിനെ എൻകറേജ് ചെയ്ത് അവരെ ഇങ്ങോട്ട് വിട്ടിട്ട് പറഞ്ഞു, ഈ ലെപ്രസിക്ക് ഒരു റിസർച്ച് ചെയ്ത് നിങ്ങൾ എന്തെങ്കിലും ഒരു ട്രീറ്റ്മെൻറ്റ് കണ്ടുപിടിക്കാൻ പറഞ്ഞു. അങ്ങനെ രണ്ടുപേർ, ഡോക്ടർ കോക്രെയിൻ ആൻഡ് ഡോക്ടർ പോൾ ബ്രാൻഡ്. ഡോക്ടർ കോക്രെയിനാണ് ഡാപ്സോൺ എന്നൊരു ഗുളിക കണ്ടുപിടിച്ചത്. ഇന്ത്യയിലാണ് ആ ഡാപ്സോണിൻ്റെ റിസർച്ച് ചെയ്ത് കണ്ടുപിടിച്ചത് ലെപ്രസിയുടെ ട്രീറ്റ്മെൻറ്റ്. ഡോക്ടർ പോൾ ബ്രാൻഡ് അറിയാം, നമുക്ക് വെല്ലൂരിലായിരുന്നു, പുള്ളി ഒരു സർജനായിരുന്നു. പുള്ളിയാണ് ആദ്യമായിട്ട് ലെപ്രസി, ഇപ്പോൾ ഈ കൈ വളഞ്ഞുള്ള ലെപ്രസി പേഷ്യൻസിൻ്റെ കൈ നേരെ ആക്കാനുള്ള ടെൻഡൻ സർജറി പുള്ളിയാണ് കണ്ടുപിടിച്ചത്. അത് അങ്ങനൊരു സർജറി ഇൻട്രൊഡ്യൂസ് ചെയ്ത് ഡോക്ടർ പോൾ ബ്രാൻഡ്. പിന്നെ അങ്ങനെ കണ്ടപ്പോഴത്തേക്ക് മഹാത്മാഗാന്ധിക്ക് ഒരു പ്രയാസം, ഈ ക്രിസ്ത്യൻസ് മാത്രമാണല്ലോ ഈ ലെപ്രസിയെ പറ്റി സംസാരിക്കുന്നത്. സോ ഹി സെഡ്, ഇറ്റ് ഈസ് ലാർജ്ലി ദ മിഷണറി ഹു ഈസ് ടു ഹിസ് ക്രെഡിറ്റ് ബെസ്റ്റോസ് കെയർ, വാട്ട് അബൌട്ട് അവർ സെൽഫ്സ്. അങ്ങനെ ഒരു ചലഞ്ച് ചെയ്താണ് 1940 ഹിന്ദു കുഷ് നിവരൻ സംഘ് എന്നുള്ള ഒരു ഓർഗനൈസേഷൻ തുടങ്ങിയത്. പിന്നെ പലയിടത്തും ഡോക്ടർമാർ വന്നിട്ട് ഹോസ്പിറ്റൽസ് തുടങ്ങി. അതെല്ലാം ലേഡീസ് ആയിരുന്നു. മെനി വിമൻ ഡോക്ടേഴ്സ് കെയിം ടു ഇന്ത്യ ആൻഡ് സെർവ്ഡ്. നമുക്ക് ഈ രണ്ട് പേര് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പേരാണ്, ഐഡ സ്കഡറും ഈഡിത്ത് ബ്രൗണും. ഐഡ സ്കഡറിൻ്റെ ഫാമിലിയിൽ 43 മിഷണറീസ് ഉണ്ടായിരുന്നു. അവരുടെ ഈ ഫാമിലിയിൽ ഫ്രോം ഹർ ഗ്രാൻഡ് ഫാദർ അവരുടെ മക്കളൊക്കെ, ദേ ഹാവ് സെർവ്ഡ് 1100 വർഷങ്ങൾ മിഷണറി പ്രവർത്തനം ചെയ്ത ഈ 43 പേരുണ്ടായിരുന്നു. അത്ര ഒരു ഹിസ്റ്ററി ഉള്ള ഒരു ഫാമിലി ആയിരുന്നു ഈ സ്കഡർ ഫാമിലി. അപ്പോൾ ഐഡ സ്കഡറിൻ്റെ ഫാദറും മദറും വെല്ലൂരിൽ വർക്ക് ചെയ്യുമായിരുന്നു. ആ സമയത്ത് സ്കഡറിന് ഈ പേരൻസ് മിഷണറീസ് ആയതുകൊണ്ട് ഒത്തിരി സഫറിങ് വന്നു. അപ്പോൾ പുള്ളിക്കാരിക്ക് ഷീ ഡിഡ്ന്റ് വാണ്ട് ടു കം ടു ഇന്ത്യ ആസ് എ മിഷണറി. ഷീ വാണ്ടഡ് ടു ലിവ് ഇൻ USA ആൻഡ് ഹാവ് എ കംഫർട്ടബിൾ ലൈഫ്. അങ്ങനെ ഒരു അവധിക്ക് അപ്പനെയും അമ്മയും കാണാനായിട്ട് വെല്ലൂർ വന്നപ്പോൾ സമയത്താണ്, നമുക്കെല്ലാം അറിയാം, ഈ കഥ അറിയാം, ഈ 3 knocks അറിയത്തില്ല. ഒരു രാത്രിയിൽ അവരുടെ വീട്ടിൽ ഇവളുണ്ടായിരുന്നു, ഐഡ സ്കഡർ ഉണ്ടായിരുന്നു, അപ്പനും അമ്മയും, 3 പേര്, ഒരു ബ്രാഹ്മിൻ മനുഷ്യൻ, ഒരു ഹൈകാസ്റ്റ് ഒരു മനുഷ്യൻ, അടുത്തത് ഒരു മുസ്ലിം. 3 പേര് വന്ന് കൊട്ടിയിട്ട് പറഞ്ഞു, ഞങ്ങളുടെ ഭാര്യമാർ ഡെലിവറി സമയത്ത് ദേ ആർ സ്ട്രഗിളിങ്, ക്യാൻ യു പ്ലീസ് കം ആൻഡ് ടേക്ക് കെയർ ഓഫ് ദം. അപ്പം ഐഡയുടെ അമ്മയ്ക്ക് സീരിയസ് ആയിട്ട് കിടപ്പായിരുന്നു, ഷീ വാസ് നോട്ട് വെൽ. സോ അപ്പം പറഞ്ഞു ഞാൻ വരാം. അപ്പോൾ അവർ പറഞ്ഞു, അന്നത്തെ കാലത്ത് ഒരു മെയിൽ ഡോക്ടർ ഒരു ലേഡി പേഷ്യൻ്റെ ഡെലിവറി സമയത്ത് ട്രീറ്റ് ചെയ്യാൻ അങ്ങനെ നിയമമില്ലായിരുന്നു. അപ്പോൾ ഐഡയോട് ചോദിച്ചു, ഐഡ ക്യാൻ യു കം ആൻഡ് ടേക്ക് കെയർ? ഐഡ പറഞ്ഞു, ഐ എം നോട്ട് ട്രെയിൻഡ് ഇൻ മെഡിസിൻ, ഐ കനോട്ട് ഹെൽപ്പ് യു. അന്ന് രാവിലെ 8 മണിയായപ്പോഴത്തേക്ക് മണിയടിക്കുന്നത് കേട്ടു ഐഡ സ്കഡർ മണിയടിച്ച് 3 മണി കേട്ടു. അപ്പോൾ ഈ 3 ലേഡീസും അന്ന് രാത്രിയിൽ മരിച്ചു. 3 ലേഡീസും മരിച്ചു, അവരുടെ പ്രഗ്നൻ്റ് ആയിട്ടുള്ള ലേഡീസ്. ഇത് ഐഡ സ്കഡറിനെ ഭയങ്കരമായിട്ട് അങ്ങ് എഫക്റ്റ് ചെയ്തു. ആൻഡ് ഷീ സെഡ്, ഐ വെൻറ്റ് ബാക്ക് ടു മൈ റൂം ആൻഡ് സ്റ്റാർട്ടഡ് പ്രേയിങ്. ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ദൈവം എന്നോട് ഭയങ്കരമായിട്ട് ഒരു ബർഡൻ കൊടുത്തു, നീ തിരിച്ചു പോയി മെഡിസിൻ പഠിച്ചിട്ട് ഇന്ത്യ വരണമെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ പുള്ളിക്കാരി ദൈവത്തോട് മത്സരിച്ച്, എനിക്ക് വരാൻ താല്പര്യമില്ല, എനിക്ക് അമേരിക്ക താമസിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി മത്സരിച്ച് കഴിഞ്ഞാൽ അവസാനം പുള്ളിക്കാരി USA പോയി മെഡിസിൻ പഠിച്ചിട്ട് തിരിച്ച് വന്നിട്ട് ആണ് ഈ വെല്ലൂർ ഹോസ്പിറ്റൽ ഇപ്പം CMC വെല്ലൂറായിട്ട് മാറിയത്. സോ അത്രയും ഒരു ചെറിയ ഒരു ബിഗിനിങ് ആണ് ഈ CMC വെല്ലൂർ. ഒരു പെൺകുട്ടി പോയി മെഡിസിൻ പഠിച്ചിട്ട് വന്ന് തുടങ്ങി, ഡിസ്പെൻസറി ആയിട്ട് തുടങ്ങി, പിന്നെ അത് വിമൻസ് മെഡിക്കൽ കോളേജായിട്ട് തുടങ്ങി, പിന്നെ ഇപ്പം ഏഷ്യയിലെ വേൾഡിലെ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ഹോസ്പിറ്റൽസ് ആണ്. അതുപോലെയാണ് ഈഡിത്ത് ബ്രൗൺ CMC ലുധിയാന തുടങ്ങിയത്. ഈഡിത്ത് ബ്രൗൺ അതുപോലെ ഇംഗ്ലണ്ടിൽ നിന്ന് വന്ന് അങ്ങനെ തുടങ്ങിയ ഒരു ഹോസ്പിറ്റലാണ് CMC ലുധിയാന. അപ്പം ബൈ 2010 ലോകത്തിൽ ഏറ്റവും കൂടുതൽ വിമൻ ഡോക്ടേഴ്സിൽ വേൾഡിൽ ഇന്ത്യയിലായിരുന്നു. ഇറ്റ് ഈസ് എ റെക്കോർഡ് ബിക്കോസ് ഓഫ് ദീസ് കോൺട്രിബ്യൂഷൻ ഓഫ് ദീസ് മെഡിക്കൽ മിഷണറീസ് ടു ഇന്ത്യാസ് ഹെൽത്ത് കെയർ. പിന്നെ കാത്രീൻ എന്ന് പറഞ്ഞൊരു ഡോക്ടർ ഉണ്ടായിരുന്നു. പുള്ളിക്കാരി ഷീ വാസ് ഓൺലി 26 ഇയേഴ്സ് ഓൾഡ്, 26 വയസ്സുള്ള ഡോക്ടർ. മെഡിസിൻ എല്ലാം കഴിഞ്ഞിട്ട് പുള്ളിക്കാരിക്ക് ഇന്ത്യ വരാനായിട്ട് ദൈവം ഒരു ഭാരം കൊടുത്തു. പുള്ളിക്കാരി 2 മാസം
കപ്പലിൽ USA നിന്ന് ബോംബെ വന്ന് ലാൻഡ് ചെയ്തു. പിന്നെ അന്നത്തെ ട്രെയിൻ ബോംബെയിൽ നിന്ന് റായ്പൂരിലോട്ട് 2.5 ദിവസം ട്രെയിനിൽ. അന്നത്തെ ഈ ഫസ്റ്റ് ക്ലാസ്സും AC-യും ഒന്നുമില്ല. അന്നത്തെ ഈ ട്രെയിൻ യാത്ര എന്ന് പറഞ്ഞാൽ വളരെ ഡിഫിക്കൽട്ട് ഒരു ട്രെയിൻ ജേർണിയായിരുന്നു. അന്ന് 2.5 ദിവസം ഈ പെൺകുട്ടി ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്ത് റായ്പൂരിൽ വന്നു. റായ്പൂരിൽ നിന്ന് 2 ദിവസം കുതിരപ്പുറത്ത് വന്ന് ജഗ്ദൽപൂർ എന്ന സ്ഥലം, ജഗ്ദൽപൂർ നമുക്കറിയാം ഛത്തീസ്ഗഡിലെ ഒരു ചെറിയൊരു പട്ടണമാണ്, അവിടെ വന്ന് ഒരു മെഡിക്കൽ വർക്ക് തുടങ്ങി. അത്രയും ത്യാഗവും അത്രയും കഷ്ടവും സാക്രിഫൈസും ചെയ്ത ഈ ആളുകൾ ലീവിങ് ഓൾ ദിയർ കംഫർട്ട്സ്, ദേ ഹാവ് കം ടു ഇന്ത്യ ആൻഡ് കോൺട്രിബ്യൂട്ട് ടു ദി ഹെൽത്ത് കെയർ ഓഫ് ഇന്ത്യ. അങ്ങനെ പല ഡോക്ടേഴ്സ് ചോട്ടനാഗ്പൂർ ഏരിയയിലുമൊക്കെ ഹോസ്പിറ്റൽസ് തുടങ്ങി. പിന്നെ നഴ്സിംഗ് ട്രെയിനിങ് ആരാ ഇന്ത്യയിലോട്ട് കൊണ്ടുവന്നത്? മിഷണറീസാണ്. ജനാന മിഷൻ ആണ് ആദ്യമായിട്ട് 3 year നഴ്സിംഗ് ട്രെയിനിങ് തുടങ്ങിയത്. ഈ ജനാന മിഷൻ എന്ന് പറഞ്ഞാൽ ഇംഗ്ലണ്ടിൽ നിന്ന് ഫോം ചെയ്തൊരു മിഷനായിരുന്നു. ആൻഡ് ഇപ്പം അത് കഴിഞ്ഞ് പിന്നെ പല ഹോസ്പിറ്റൽസും സൗത്ത് ഇന്ത്യയിൽ നഴ്സിംഗ് ട്രെയിനിങ് തുടങ്ങി. 1947 90% ഓഫ് നഴ്സസ് വർ ക്രിസ്ത്യൻസ് ആൻഡ് മോസ്റ്റ് ഓഫ് ദം ഫോർ ഫ്രം കേരള. കേരളത്തിലായിരുന്നു ഏറ്റവും കൂടുതൽ ക്രിസ്ത്യൻസ് ഉണ്ട്. അതുകൊണ്ട് 90% ഓഫ് നഴ്സസ് വർ ഫ്രം ക്രിസ്ത്യൻ ആൻഡ് മോസ്റ്റ് ഓഫ് ദം വർ മലയാളി നഴ്സസ്. ഇപ്പം പല സ്റ്റേറ്റ്സിൽ നിന്ന്. പിന്നെ TB, പാറു 9 വയസ്സുള്ള കുട്ടിയായിരുന്നു. പാറുടെ അമ്മ TB ആയിട്ട് മരിച്ചുപോയി. 4 വയസ്സുള്ള അനുജനുണ്ടായിരുന്നു. ഇവർ രണ്ടും കൂടെ വാൻലെസ്, മീറേജിൽ ഒരു മിഷണറി ഡോക്ടർ വാൻലെസിൻ്റെ അടുത്ത് പോയി. അവർ രണ്ടുപേരും ഇങ്ങനെ മെലിഞ്ഞ് എല്ലും തോലയായിട്ട് പോയി. ഡോക്ടർ വാൻലെസ് ഇവരെ കണ്ടു, TB എന്ന് മനസ്സിലാക്കി TB ട്രീറ്റ്മെൻറ്റ് കൊടുത്തു. രണ്ടുപേരും ഇംപ്രൂവ്ഡ്. അങ്ങനെയാണ് ഡോക്ടർ വാൻലെസ് 1894 ഒരു 400 ബെഡുള്ള TB ഹോസ്പിറ്റൽ തുടങ്ങിയത്. ഈ പാറുവിനെ കണ്ടിട്ടുള്ള ഒരു ബർഡൻ തുടങ്ങിയിട്ടാണ് ഇങ്ങനെ ഹോസ്പിറ്റൽ തുടങ്ങിയത്. അത് പിന്നെ ഒരു മെഡിക്കൽ കോളേജായിട്ട് മാറി, മീറേജ് മെഡിക്കൽ സ്കൂൾ. പിന്നെ TBയെ പറ്റി പല കാര്യങ്ങളുണ്ട്. ഡിപ്ലോമ ഇൻ TB തുടങ്ങിയത് ഈ മടനപ്പള്ളി ആന്ധ്രയിലൊരു സ്ഥലത്താണ് ഫസ്റ്റ് ഡിപ്ലോമ ഇൻ ട്യൂബർക്ലോസിസ് തുടങ്ങിയത്. 15 TB ഈ ലെപ്രസോറിയം പോലെ TB-കാരെ ഐസൊലേറ്റ് ചെയ്ത് ട്രീറ്റ് ചെയ്യുന്ന സാനിറ്റോറിയംസ് ഉണ്ടായിരുന്നു. ഇന്ത്യയിൽ 15 സാനിറ്റോറിയംസിൽ 12 നടത്തിക്കൊണ്ടിരുന്ന മിഷണറീസ് ആയിരുന്നു. പിന്നെ പകർച്ചവ്യാധികൾ വരുമ്പോൾ ആളുകൾ അങ്ങ് മരിക്കുമായിരുന്നു. ഈ സമയത്തെല്ലാം ഈ റാറ്റ് പോയ്സൺ, എലി കൊണ്ടായി പ്ലേഗ് വരുന്നെന്നുള്ളൊരു കോൺസെപ്റ്റ് ഇവരാണ് കണ്ടുപിടിച്ച്. അവസാനം റാറ്റ് പോയ്സൺ കൊടുത്ത് പ്ലേഗിനെ കൺട്രോൾ ചെയ്യാൻ തുടങ്ങിയത് ഈ ഡോക്ടർ റോബർട്ട് ഗൂർ എന്ന ആളാണ് ആദ്യമായിട്ട് ഇത് തുടങ്ങിയത്. കോളറ, പല കാര്യങ്ങൾ 1905 വലിയൊരു പകർച്ചവ്യാധി വന്നു. അന്ന് ഗവൺമെൻറ് ഒരു അപ്പീൽ കൊടുത്തു, പ്ലീസ് കം, നഴ്സസിനെ എല്ലാം അപ്പീൽ ചെയ്ത് പ്ലീസ് കം ആൻഡ് ഹെൽപ്പ്. അങ്ങനെ കേരളത്തിൽ നിന്ന് 1000കണക്കിന് നഴ്സസാണ് അവിടെ പോയി, 100 കണക്കിന് നഴ്സസാണ് പോയി ഹെൽപ്പ് ചെയ്ത്. ആൻഡ് മോസ്റ്റ് ഓഫ് ദം വർ ക്രിസ്ത്യൻസ്. പിന്നെ സൈക്കാട്രി ട്രീറ്റ്മെൻറ്റ്, നൂർ മൻസിൽ സൈക്കാട്രി ട്രീറ്റ്മെൻറ്റ് തുടങ്ങിയത് ക്രിസ്ത്യൻസ് ആണ്. ഡോക്ടർ സ്റ്റാൻലി ജോൺസ് ആണ് ആദ്യമായിട്ട് തുടങ്ങിയത്. അവസാനം സ്വീഡനിൽ നിന്ന് ഒരു ലേഡി സൈക്കാട്രിസ്റ്റ് ഡഗ്മാർ നോറൽ വന്നിട്ടാണ് ഫസ്റ്റ് ഇന്ത്യൻ സൈക്കാട്രിസ്റ്റ്, ഇന്ത്യയിലെ സൈക്കാട്രിസ്റ്റായിട്ട് ഫസ്റ്റ് വന്നത് ഈ ഒരു മിഷണറി ഡോക്ടറാണ്. HIV AIDS-നെ പറ്റി നമുക്കറിയാം. സർജറി ഡോക്ടർ സോമർവെല്ലു ആൻഡ് നെയ്യൂർ, വെല്ലൂരിലൊക്കെ ആ സമയത്ത്, ദറ്റ് ഈസ് ഇൻ 1860, 1870, 1890 മേജർ കോംപ്ലിക്കേറ്റഡ് സർജറീസ് ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന ആളുകളാണ്. ഹെമി മാൻഡിബിൾ, HM എന്ന് പറഞ്ഞാൽ ഈ മാൻഡിബിൾ മുറിച്ച് ഇവിടെ ക്യാൻസർ വരുമ്പോൾ ഇത് മുറിച്ചെടുക്കുന്നതൊക്കെ ആ സമയത്ത് അവർ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത്. പിന്നെ നമുക്കറിയാം പണ്ഡിത രാമഭായി, ഷീ വാസ് എ ഹിന്ദു ബ്രാഹ്മിൻ ലേഡി, വിശ്വാസത്തിലോട്ട് വന്നു. ആൻഡ് ഷീ സ്റ്റാർട്ടഡ് ലോട്ട് ഓഫ് മെഡിക്കൽ വർക്ക് ഫോർ വിമൻ ആൻഡ് ലോട്ട് ഓഫ് ഹോംസ് ഫോർ വിമൻ. പിന്നെ എമി കാർമൈക്കൽ നമുക്കറിയാം. എമി കാർമൈക്കൽ 1867 വന്നു. 55 വർഷം പുള്ളിക്കാരി ഒരു ഹോളിഡേ എടുക്കാതെ പുള്ളിക്കാരി തമിഴ്നാട് ട്രിവാൻഡ്രത്ത് നിന്ന് അപ്പുറം നാഗർകോവിലിനടുത്ത് ദൗണാവൂർ സ്ഥലത്ത് ഈ കൊച്ചു പെണ്ണുങ്ങളെ അവർ ഈ അമ്പലത്തിൽ പ്രോസ്റ്റിറ്റ്യൂഷനായിട്ട് അവർ ഡെഡിക്കേറ്റ് ചെയ്യുമായിരുന്നു. അപ്പോൾ ഒരു കുട്ടി ഓടി വന്ന് പുള്ളിക്കാരിയുടെ അടുത്ത് വന്നിട്ട് കരഞ്ഞുകൊണ്ട് പറഞ്ഞു 8 വയസ്സുള്ള കുട്ടിയായിരുന്നു. അവിടെ പേരൻസ് അവളെ ടെമ്പിൾ പ്രോസ്റ്റിറ്റ്യൂട്ടായിട്ട് അവർ ഡെഡിക്കേറ്റ് ചെയ്തു. അവൾ വന്ന് ഈ എമി കാർമൈക്കലിൻ്റെ വീട്ടിൽ നിന്ന് വന്ന് പറഞ്ഞ് എനിക്ക് തിരിച്ചു പോകാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞു. അങ്ങനെ ഇവളെ അവർ പിടിച്ചെടുത്തു. നാട്ടുകാരെല്ലാം ബഹളം ഉണ്ടാക്കി. പക്ഷേ എമി കാർമൈക്കൽ അവൾ വിട്ടില്ല. അങ്ങനെയാണ് ഈ പെൺകുട്ടികളെ നോക്കാനായിട്ട് ഒരു ഹോം തുടങ്ങി. അത് പിന്നെ ഒരു മെഡിക്കൽ വർക്ക് തുടങ്ങി. അങ്ങനെ ഇപ്പോൾ ആ സെൻറ്റർ ഇപ്പോഴും ഉണ്ട്. നമ്മൾ ഐ തിങ്ക് ഇറ്റ്സ് നിയർ നാഗർകോയിൽ, സംബർ നിയർ നാഗർകോയിൽ. സോ പ്രിവെൻറ്റീവ് ഹെൽത്ത് തുടങ്ങിയത് മിഷണറീസാണ്. നമുക്കറിയാം ഇന്ത്യയുടെ പ്രൈമറി ഹെൽത്ത് കെയർ സിസ്റ്റം PHC, CHC ഇതെല്ലാം തുടങ്ങിയത് 1943 ഒരു കമ്മിറ്റി ഫോം ചെയ്തു, ബോർ കമ്മിറ്റിയുടെ ചെയർമാൻ വാസ് ഡോക്ടർ ജോസഫ് ബോർ. ഹി വാസ് എ ക്രിസ്ത്യൻ. ആ ഒരു റിപ്പോർട്ട് വെച്ചിട്ടാണ് ഇന്ത്യയുടെ ഹോൾ ഹെൽത്ത് പ്ലാനിങ്, ഇൻഡിപെൻഡൻസ് കഴിഞ്ഞിട്ട് ഹെൽത്ത് പ്ലാനിങ്, PHC, CHCs എല്ലാം തുടങ്ങിയത്. അങ്ങനെ ഒരു റിപ്പോർട്ട് കഴിഞ്ഞിട്ടാണ് തുടങ്ങിയത്. സോ ഇത് ANM നഴ്സസ് ട്രെയിനിങ് തുടങ്ങിയത് ഡോക്ടർ കാൾ ടൈലറാണ്.
So just to tell you, you know, these missionaries, ഇനി പറയാൻ ഒത്തിരി ഉണ്ട്, but every segment of healthcare, TB, leprosy, epidemics, surgeries, എല്ലാം ക്രിസ്ത്യൻ മിഷണറീസ് ആണ്. ഒത്തിരി ത്യാഗം സഹിച്ച് they have come to India and live for 15 years. പലരും കോളറ, മലേറിയ ആയിട്ട്, ഞങ്ങളുടെ ഏരിയയിൽ, ഞാൻ ഒറീസയിലാണ് വർക്ക് ചെയ്തത് 10-12 വർഷം, അവിടെ പല മിഷണറീസ് വന്നിട്ട് കോളറ, മലേറിയ ആയിട്ടൊക്കെ മരിച്ചിട്ടുണ്ട്. നമ്മളിപ്പോഴും നമ്മുടെ മക്കളെയൊക്കെ വിടാൻ, ഞാൻ ഇന്നലെ ഒരു വീട്ടിൽ പോയി, അവരുടെ മോൻ ഒറീസ പോകാനായിട്ട് താല്പര്യപ്പെട്ടിരിക്കുക. അമ്മയ്ക്ക് ഭയങ്കര പേടിയാണ്, അവൻ പോയാൽ മരിച്ചു പോകും, മലേറിയ വരും എന്നൊക്കെ ഭയങ്കര പേടിയാണ്. പക്ഷെ അന്നത്തെ കാലത്ത് ആലോചിച്ച് നോക്കി, അന്ന് റോഡും ഇല്ല, മൊബൈൽ ഫോണും ഇല്ല, ടെലിഫോണും ഇല്ല, ഒന്നുമില്ല. ആ സമയത്ത് ഇവരെല്ലാം വിട്ടിട്ട്, യുനോ, ദേ ഹാവ് കം. അന്നൊരു എന്തെങ്കിലും സംഭവിച്ചാൽ, അമ്മ അപ്പം മരിച്ചു കഴിഞ്ഞാൽ ഇൻഫോം ചെയ്യുന്ന ഒരു കപ്പൽ വഴിയാണ് എഴുത്ത് വരുന്നത്. ഇറ്റ് വിൽ ടേക്ക് 2 months ഫോർ ദം ടു നോ ദാറ്റ് ദിയർ ഫാദർ ഓർ മദർ ഹസ് ഡൈഡ്. അന്ന് വേറെ സിസ്റ്റമില്ല. അത്രയും ത്യാഗം സഹിച്ചാണ് നമ്മുടെ ഇന്ത്യയുടെ ഹെൽത്ത് കെയറും ഇന്ത്യയുടെ ഈ ഒരു സിസ്റ്റം ഡെവലപ്പ് ചെയ്തത്. ലാസ്റ്റ് സ്ലൈഡായിട്ട് ഞാൻ കാണിക്കുന്നത് വാട്ട് ഹാസ് ബീൻ ദ ഇമ്പാക്റ്റ് ഓഫ് മെഡിക്കൽ മിഷൻസ്. യുനോ, ഒന്നത്തെ കെയർ ആൻഡ് കമ്പാഷൻ, കെയറും കമ്പാഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്തത് മെഡിക്കൽ മിഷണറീസാണ്. സൂപ്പർസ്റ്റിഷ്യസ് പ്രാക്ടീസ് അബോളിഷ് ചെയ്തു. വിമൻ എൻട്രി ഇൻ ടു ഹോസ്പിറ്റൽസ്, സ്ത്രീകൾ ഹോസ്പിറ്റലിൽ കയറാനായിട്ടുള്ള പെർമിഷനും, വിമൻസ് എഡ്യൂക്കേഷൻ, മെഡിക്കൽ എഡ്യൂക്കേഷൻ, സ്റ്റിഗ്മ, ലെപ്രസി ആൻഡ് അതർ ഡിസീസ്, സ്റ്റിഗ്മ മാറ്റിയത് മിഷണറീസാണ്. 2110 ഹോസ്പിറ്റൽസ് ഉണ്ടായിരുന്നു 1910. പിന്നെ അത് കുറഞ്ഞ് ഇൻഡിപെൻഡൻസ് ആയപ്പോഴത്തേക്ക് ഇറ്റ് ബിക്കേം 1000 പ്രൊട്ടസ്റ്റന്റ് ഹോസ്പിറ്റൽസ്. പ്രിവെൻറ്റീവ് ഹെൽത്ത്, യുനോ, ഈ കാര്യങ്ങളെല്ലാം. അപ്പോൾ ഞങ്ങളൊരു സ്റ്റഡി ചെയ്ത സമയത്ത് അവിടുത്തെ ഒരു ലോക്കൽ കളക്ടർ ഉണ്ടായിരുന്നു UP ഒരു ഡിസ്ട്രിക്റ്റിൽ. അപ്പോൾ ഞങ്ങൾ പുള്ളിയോട് വന്ന് ചോദിച്ചു, വാട്ട് ഡു യു തിങ്ക് അബൌട്ട് ദ മിഷണറീസ് ഹു ഹാവ് ഡൺ സോ മച്ച് ഫോർ ദ ഹെൽത്ത് ഇൻ ഇന്ത്യ? അപ്പോൾ പുള്ളി പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻറ്റാണിത്: this kind of missionary work which we see in Christianity, this did not exist for a very long time. Now the social work being done in India, those going out to help and serve others, is all because of global influences. കാരണം അന്നത്തെ ഹിന്ദുക്കളുടെ ഒരു വിശ്വാസം, രോഗം വരുന്നതുമൊക്കെ ഒരു കർമ്മയുടെ അവർ പ്രീവിയസ് ബർത്തിൽ ചെയ്ത അതിൻ്റെ ഒരു കർമ്മമായിട്ടാണ്, അതിൻ്റെ ഒരു ഇതായിട്ട് ഇഫക്റ്റായിട്ടാണ് ഈ അസുഖങ്ങൾ വരുന്നത്. അപ്പോൾ അവരെ നോക്കേണ്ട ആവശ്യമില്ല, ദാറ്റ് ഈസ് ദെയർ കർമ്മ, ദേ ഹാവ് ടു ഡൈ. പക്ഷേ ഈ കെയറും അവരെ നോക്കണമെന്നും കെയറും കമ്പാഷൻ എന്നുള്ള ഒരു ഫിലോസഫി ഇൻട്രൊഡ്യൂസ് ചെയ്ത മെഡിക്കൽ മിഷണറീസാണ്. അപ്പോൾ ദേ ആർ ഓൾസോ അക്നോളജിങ് ദാറ്റ്. സോ ഐ ജസ്റ്റ് ക്ലോസ് വിത്ത് ദിസ് ലാസ്റ്റ് സ്ലൈഡ്. ഇന്നത്തെ ഹെൽത്ത് കെയർ നോക്കുകയാണെങ്കിൽ പ്രൈവറ്റൈസേഷനായി, കൊമേഴ്ഷ്യലൈസേഷനായി, എത്തിക്സ് കോംപ്രമൈസ് ചെയ്തു. യുനോ, ഈ മിഷണറി ഹെൽത്ത് കെയറും ഇന്ന് നമ്മൾ കാണുന്ന ഹെൽത്ത് കെയറും തമ്മിൽ ഒത്തിരി വ്യത്യാസമുണ്ട്. സോ ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ദാറ്റ് മെനി ഓഫ് us യങ് പീപ്പിൾ പലരുണ്ട്, യു ഷുഡ് ഓൾ ടേക്ക് അപ്പ് മെഡിക്കൽ ട്രെയിനിങ്, നഴ്സിംഗ് ട്രെയിനിങ് ആൻഡ് ഗോ ഔട്ട് ആൻഡ് പല നീഡി ഏരിയാസിൽ ഇങ്ങനത്തെ സ്ഥാപനങ്ങൾ തുടങ്ങണമെന്ന് I want to encourage you. I just want to close with this one verse from Hebrews 12. Therefore, since we are surrounded by such a great cloud of witnesses, let us throw off everything that hinders and the sin that so easily entangles, and let us run with perseverance the race marked before us. ഇത്രയും വലിയ സാക്ഷികളുടെ ഒരു സമൂഹം നമ്മുടെ ചുറ്റുമുണ്ട്, who have sacrificed and who have given up everything for this nation, for this country. അവർ കൺവേർട്ട് ചെയ്യാനായിട്ടല്ല വന്നത്, അവർ റിയലി മൂവ്ഡ് വിത്ത് കമ്പാഷൻ ബൈ ദ ലവ് ഓഫ് ക്രൈസ്റ്റ് ദേ ഹാവ് കം. അതിൽ കൂടെ പലരും വിശ്വാസത്തിൽ വന്നു, അത് വേറെ കാര്യം. പക്ഷേ they have come with a real genuine desire to serve the people of India. So this is something that should challenge us, and we should encourage our children, to go out. Don't be afraid. ഞാൻ ഒറീസയിൽ 12 വർഷം ഒറീസയിലായിരുന്നു, ഏറ്റവും റിമോട്ട് ഡിസ്ട്രിക്റ്റിലായിരുന്നു ഞങ്ങൾക്ക് മലേറിയ വന്നില്ല, ഒന്നും വന്നില്ല, ദൈവം കാക്കും. വി ആർ ഓൾ അഫ്രൈഡ്, അങ്ങനെ പറ്റുമോ ഇങ്ങനെ പറ്റുമോ, മക്കൾക്ക് ഗൾഫിൽ പോയാലും അമേരിക്കയിൽ പോയാലും ആർക്കും പ്രശ്നമില്ല. പക്ഷേ ഒറീസയിലോ ബീഹാറിലോ എല്ലാം പോകുകയാണെങ്കിൽ ഭയങ്കര പ്രശ്നമാണ്. അമ്മയ്ക്ക് ഉറക്കമില്ല, അപ്പന് ഉറക്കമില്ല. ദിസ് ഇസ് സംതിങ് ദാറ്റ് വി ഹാവ് ടു ചേഞ്ച് അവർ മൈൻഡ് സെറ്റ്. അന്നത്തെ കാലത്ത് അവരുടെ പേരൻസ് വിടാൻ പറ്റുമായിരുന്നെങ്കിൽ ഐ തിങ്ക് വി ഷുഡ് ഓൾസോ ബി ഏബിൾ ടു റിലീസ് അവർ ചിൽഡ്രൻ. എൻ്റെ അപ്പൻ, ഞങ്ങൾ 3 പേരായിരുന്നു. എൻ്റെ അപ്പൻ മൂന്നാമത്തെ, എൻ്റെ സിസ്റ്റർ ഛത്തീസ്ഗഡ് മിഷനായിട്ട് പോയി, എൻ്റെ ബ്രദർ മെഡിസിൻ കഴിഞ്ഞിട്ട് പാസ്റ്ററായിട്ട് പോയി. അപ്പോൾ എൻ്റെ അപ്പൻ പറഞ്ഞ സാക്ഷ്യം, പെങ്ങളുടെ കല്യാണത്തിന് എനിക്ക് 3 മക്കളുണ്ടായിരുന്നു, എല്ലാവരെയും ഞാൻ ദൈവത്തിലേക്ക് വിട്ടു, ഇനി എനിക്ക് മക്കളില്ല, കുറച്ചുകൂടെ ഉണ്ടായിരുന്നു, ഞാൻ കുറച്ചുകൂടെ വിട്ടേനെ എന്ന്. ആൻഡ് ഇറ്റ്സ് മൈ പ്രെയർ ദാറ്റ് ഓൾ ഓഫ് us ക്യാൻ ഗിവ് ദ ടെസ്റ്റിമണി. നമ്മുടെ മക്കളെയും നമ്മുടെ കൊച്ചുമക്കളെല്ലാം ദൈവത്തിലേക്ക് വിടുകയും ദൈവത്തിൻ്റെ ഇതിനു വേണ്ടി സമർപ്പിക്കാനായിട്ട് ദൈവം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. താങ്ക് യു.